പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുസഭയിൽ അറിയപ്പെടുന്ന ഒരു സഭാപിതാക്കന്മാരിൽ ഒരാളായ ഒരു വിശുദ്ധനെക്കുറിച്ചാണ് നാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ശ്രവിക്കുക. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹം തിരുസഭയുടെ പഠനങ്ങൾ ഏറ്റവും ലളിതമായി, പഠനങ്ങൾ മാത്രമല്ല ക്രിസ്തുവിനെ വളരെ ലളിതമായ രീതിയിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വിശുദ്ധനായിരുന്നു. സഭയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ സത്യവിശ്വാസം പകർന്നു കൊടുത്തവരെയാണ് അപ്പോസ്തലിക പിതാക്കന്മാരാണെന്ന് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം വന്ന 7 നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസം സംരക്ഷിച്ച പിതാക്കന്മാരെയാണ് സഭാപിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. അവരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹത്തോടൊപ്പം മറ്റ് അറിയപ്പെടുന്ന വിശുദ്ധ ബസേലിയോസ് തുടങ്ങിയവരൊക്കെ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ജനിക്കുന്നത് അന്ത്യോക്യയിലാണ്. സെക്കുന്തൂസ് അന്തൂസ ദമ്പതികളുടെ മകനായാണ് ജോൺ ജനിക്കുക. ജോൺ ക്രിസോസ്റ്റോമിൻ്റെ ക്രിസോസ്റ്റം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർണ്ണ നാവുകാരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഒരു ജീവിതം കാണുമ്പോൾ നമുക്ക് ആ ഒരു പേര് വളരെ അർത്ഥവത്താണെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ജോണിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ അദ്ദേഹം വളരെ നല്ലൊരു വിദ്യാഭ്യാസത്തിലും ദൈവഭക്തിയിലുമാണ് വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു ദുഃഖകരമായൊരു സംഭവം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായി. അദ്ദേഹം ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയും തുടർന്ന് ആ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ അമ്മയുടെ തൊഴിലാവുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വെറും 20 വയസ്സ് മാത്രമാണ് പ്രായം. നമുക്കറിയാം, ഈ ഒരു ലോകത്തിലെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഏതൊരു വിധത്തിലും തെറ്റായ വഴികളിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും അന്ന് ആ ഒരു അമ്മയുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ ആ ഒരു മകനെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ആ ഒരു മകനെ തന്നെ എന്തിനായിട്ട് ഏൽപ്പിച്ചു, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോട് ചെയ്യുവാനായിട്ടാണ് ആ ഒരു 20കാരി പിന്നീട് തൻ്റെ ആ ഒരു ജീവിതത്തിലൂടെ ചെയ്യുക. ജോണിന് പ്രത്യേകമായിട്ടും നല്ലൊരു വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് അമ്മ ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ നല്ലൊരു വിദ്യാഭ്യാസം നൽകുവാനായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ലിബേനിയൂസ് എന്ന് പറയുന്ന ഒരു ഗുരുനാഥൻ്റെ കീഴിലാണ് ക്രിസോസ്റ്റം തൻ്റെ ആ ഒരു വിദ്യാഭ്യാസം നേടുക. അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ, ആ ഒരു അധ്യാപകൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജീവിതം ഒരുപക്ഷെ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല അദ്ദേഹം നയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം തൻ്റെ ഒരു അധ്യാപകനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ടു പഠിക്കാനായിട്ട് ഒരിക്കലും പരിശ്രമിച്ചില്ല. പക്ഷേ അദ്ദേഹം എന്ത് തന്നെ പഠിപ്പിക്കുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായി തൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം പഠിച്ചെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാനും എന്നാൽ തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുവാനായിട്ട് ജോൺ പ്രത്യേകമായ രീതിയിൽ ട്രെയിൻഡായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു സവിശേഷത നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാളെ കുറ്റപ്പെടുത്തുവാനും അല്ലെങ്കിൽ അതോടൊപ്പം ആ വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും നമ്മൾ ഒരു നെഗറ്റീവ് തെറ്റായൊരു കണ്ണുകളിലൂടെ കാണുവാനൊക്കെ ആയിട്ട് ഒരുപക്ഷെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ജോണിനെ പോലെ നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുവാനായിട്ടുള്ള ഒരു നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നമുക്ക് ഇതിൽ നിന്ന് സാധിക്കും. പിന്നീട് ജോണിന് തൻ്റെ ഒരു പഠന കാലഘട്ടത്തിൽ തന്നെ ജോണിന് വൈദികനായി തീരണമെന്നൊരു ആഗ്രഹം മനസ്സിൽ വരികയാണ്. അപ്പോൾ ജോണിന് വൈദികനാകണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ഒരു എളിമ കൊണ്ട് താൻ അതിന് യോഗ്യനല്ല എന്നൊരു തോന്നലുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു താപസ ജീവിതം നയിക്കുവാനായിട്ട്, ഒരു വിവാഹം കഴിക്കാതെ തന്നെ താപസ ജീവിതം നയിക്കുവാനായിട്ട് ജോൺ നിശ്ചയിക്കുകയും പിന്നെ കഠിനമായ ഒരു തപസ്സ, യുവത്വത്തിൻ്റെ കാലഘട്ടമാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കഠിനമായ തപസ്സെടുത്ത് ഉപസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം
മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വിജന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. ഇതുപോലെ ജോണിനെ പോലെ തന്നെ വൈദികനായി തീരണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നിട്ട് പോലും അത് വേണ്ടാന്ന് മാറ്റി വെച്ച് താപസ ജീവിതം നയിച്ച മറ്റൊരു വിശുദ്ധൻ കൂടി ഉണ്ട്, അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അതുപോലെ തന്നെയായിരുന്നു ജോണിൻ്റെ ആഗ്രഹം. തനിക്ക് വൈദികനായി ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനുള്ള യോഗ്യത തനിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ആകാതെ ഒരു ക്രിസ്തുവിന് വേണ്ടി തന്നെ എന്നാൽ തൻ്റെ ജീവിതം മാറ്റി വെച്ചുകൊണ്ട് ഒരു സന്യാസിയായി ജീവിക്കാമെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു തപസ് അനുഷ്ഠിച്ചിരിക്കുന്ന ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു വ്യക്തി കൂടുതലായിട്ട് ഉപവാസമൊക്കെ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ജോണിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഏറെ നാളത്തെ ഈ ഒരു പ്രാർത്ഥനയും പരിത്യാഗമൊക്കെ കൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിപ്പിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്നു. അതിനെ തുടർന്ന് അദ്ദേഹം AD 386 അദ്ദേഹം തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ആയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഏകദേശം പിന്നീട് ദൈവം വളരെ മനോഹരമായിട്ട് ജോണിനെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ജോൺ വീണ്ടും കൂടുതൽ തൻ്റെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് തുടരുന്നുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹം തൻ്റെ 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം കൂടുതൽ ഏകദേശം 7ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അതിനുശേഷം 37-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വൈദികനായി തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോണിൻ്റെ മനസ്സിൽ ഒരു തീരുമാനമായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വൈദികനായ ശേഷം തൻ്റെ ആ ഒരു വിളിയെക്കുറിച്ച് ഉത്തമമായൊരു ബോധ്യം ജോണിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആഴപ്പെട്ടത് കൊണ്ട് തന്നെ തുടർന്ന് അദ്ദേഹം കൂടുതൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ടും അതോടൊപ്പം തന്നെ സത്യവിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം വളരെ വിശ്വസയോടുകൂടി തന്നെ ജോൺ ഏറ്റെടുത്തു. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനായിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം ദരിദ്രരോട് കൂടുതൽ അനുകമ്പയുള്ളവരായിരുന്നു. സമ്പന്നരെ അദ്ദേഹം കൂടുതൽ അവരെ എതിർത്ത് സംസാരിച്ചിരുന്നു. അത് സമ്പന്നതയ്ക്കല്ല, എതിരായിട്ടായിരുന്നില്ല. പക്ഷേ സമ്പന്നർ തങ്ങളുടെ ആ ഒരു ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറി സമ്പത്തിൽ തങ്ങളുടെ മനസ്സ് പതിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം കൂടുതലും സമ്പന്നരെ എതിർത്തൊക്കെ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദരിദ്രരോട് കൂടുതൽ അനുകമ്പയോടുകൂടിയും പെരുമാറിയിരുന്നു. അതുകൂടാതെ തന്നെ അദ്ദേഹം മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു സമയത്ത് വളരെയധികം ഡിവോഴ്സുകളൊക്കെ നടന്നിരുന്നു, വിവാഹമോചനങ്ങളൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇത് ജോണിൻ്റെ മനസ്സിനെ വളരെയധികം പ്രയാസപ്പെടുത്തിയിരുന്നു. തനിക്ക് എങ്ങനെയെങ്കിലും ഇതിനെയൊക്കെ എതിർക്കണം. അപ്പോൾ അദ്ദേഹം അതിനെതിരെ സംസാരിച്ചിരുന്നു. ഇതൊരു ഉടമ്പടി ബന്ധമാണ്. അത് ഒരിക്കലും ഇത് എപ്പോഴും അവിഭാജ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് വിവാഹം എന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നതെന്ന് ജോൺ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനായിട്ടൊക്കെ തുടങ്ങി. അതുകൂടാതെ തന്നെ ഈ ഒരു വിവാഹ ജീവിതത്തിൽ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമാണെന്നുള്ളതും ദമ്പതികൾ പരസ്പരം വിശ്വസ്തരായി ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ജോൺ കൂടുതൽ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ടൊക്കെ ആരംഭിച്ചു. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ചില പാഷണ്ഡതകളൊക്കെ ആ കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടൊക്കെ ജോൺ വളരെ ശക്തമായ രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ ജോണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ സ്വർണ്ണ നാവുകാരൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൻ്റെ അർത്ഥം സ്വർണ്ണ നാവുകാരൻ എന്നായിരുന്നു. അപ്പോൾ ജോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം നല്ലൊരു വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് അനേകർ വരുമായിരുന്നു. ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒത്തുചേരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ചാതുര്യം, ആ ഒരു പ്രസംഗ പാഠവും കൊണ്ട് തന്നെ ഒത്തിരി പേര് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാനും മാനസാന്തരപ്പെടുവാനൊക്കെ ആയിട്ട് കാരണമായി. ഇതിൻ്റെ മറ്റൊരു വശം കൂടെയുണ്ട്. അദ്ദേഹം ചില തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടി വളരെ ശക്തമായ രീതിയിലാണ് അതിനെയൊക്കെ എതിർത്ത് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ ശത്രുക്കളെയും അദ്ദേഹത്തിന് ഇതോടൊപ്പം തന്നെ നേടുവാനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രേക്ഷിത വേലയിൽ സാരമായി
ബാധിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം പ്രത്യേകമായിട്ടും പ്രാർത്ഥന, ഉപവാസം തുടങ്ങിയവയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമായൊരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് കൂടാതെ തന്നെ കപടമായ വൈകാരികത അത് ഒട്ടും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ശുദ്ധ ഹൃദയത്തോടു കൂടി ദിവസനിധിയിലായിരിക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഉപവസിക്കുന്നതും ഏറ്റവും ആത്മാർത്ഥ ഹൃദയത്തോടു കൂടി തന്നെ ഉപവാസങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് അദ്ദേഹം പറയുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹത്തിലെ ചില തെറ്റുകളൊക്കെ കാണുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് അത് ചൂണ്ടിക്കാട്ടി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സമ്പന്നരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ സ്വാഭാവികമായും എന്തെങ്കിലും സമ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധ സ്വാഭാവികമായും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാറുണ്ട്. അപ്പോൾ അത് വേണ്ട, നമ്മൾ കൂടുതൽ നമ്മുടെ ശ്രദ്ധ ഉന്നതങ്ങളിൽ വയ്ക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഈ സമ്പന്നരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ കൂടുതൽ സമ്പത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നു. അപ്പോൾ അതിന് അദ്ദേഹം ഇപ്രകാരമാണ് പറയുക: വൈക്കോലിനെ സ്വർണ്ണമായി കാണുന്നതിനേക്കാൾ സ്വർണ്ണത്തെ വൈക്കോലായി കാണുന്നതാണ് ഉചിതമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം പറഞ്ഞതെന്ന്. അപ്പോൾ അത്രയും നിസ്സാരമായിട്ടാണ് ലൗകിക സമ്പത്ത് നമ്മൾ കാണേണ്ടതെന്നും സ്വർഗത്തിലെ സമ്പത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും പാഷണ്ഡതകൾ തിരുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം സമൂഹത്തിൽ കാണുന്ന എന്ത് തെറ്റുകൾക്കെതിരെയും ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയിട്ടും ജോൺ ക്രിസോസ്റ്റം പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു. ഈ സമയത്താണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പ് നെക്ടാരിയൂസ് പെട്ടെന്ന് അദ്ദേഹം വിരമിക്കുകയും അതിനുശേഷം AD 398 അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമയം അവിടുത്തെ ചക്രവർത്തിനിയുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ, ചക്രവർത്തിനി യൂഡോക്സി എന്നാണ് പേര്. അപ്പോൾ യൂഡോക്സിയായിട്ട് വളരെ നല്ലൊരു ബന്ധം ക്രിസോസ്റ്റോമിനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്: ക്രിസോസ്റ്റോം ആര്യനിസത്തിനെതിരായിട്ടൊക്കെ വളരെ പാഷണ്ഡതയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ ആയിട്ട് വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ചക്രവർത്തിനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധം ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഇത് അധികം നാൾ നീണ്ടു നിന്നില്ല. കാരണം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇദ്ദേഹം എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് ഉടനെ തന്നെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുമെന്ന്. അപ്പോൾ അത്തരമൊരു തെറ്റ് ചക്രവർത്തിനിയുടെ ഭാഗത്തും അദ്ദേഹം കണ്ടെത്തുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ചക്രവർത്തിനിയോട് സംസാരിക്കുകയും അത് അനിഷ്ടത്തിന് കാരണമായി തീരുകയും ചെയ്തു. സംഭവം ഇതാണ്: ഒരു വിധവയുടെ മുന്തിരിത്തോട്ടം ചക്രവർത്തിനി അത് സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ അത് നീതിപൂർവമായൊരു രീതിയിലായിരുന്നില്ല അവർ സ്വന്തമാക്കിയത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് ജോൺ ചൂണ്ടിക്കാട്ടി ചക്രവർത്തിനിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അനിഷ്ടത്തിന് കാരണമായപ്പോൾ അവർ ജോണിനായിട്ട് ചെറിയ രീതിയിൽ അവർക്ക് ആ ഒരു ബന്ധത്തിന് വിള്ളലേൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ അലക്സാൻഡ്രിയയിലെ ബിഷപ്പിനും ജോണിനെ അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ചക്രവർത്തിനിയോട് ചേർന്ന് ആ ഒരു ബിഷപ്പും ചേർന്ന് ഇടപെടുകയും അങ്ങനെ അതിനെ തുടർന്ന് ജോണിൻ്റെ ആ ഒരു ബിഷപ്പ് മെത്രാൻ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്നു, സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജോണിനെ തൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുന്നെങ്കിൽ പോലും ജോൺ ഒരിക്കലും അതിൽ നിരാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്, അതിലൊരിക്കലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നില്ല, നിരാശപ്പെടുന്നില്ല. കാര്യം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതപ്രകാരമായിട്ടുള്ളതാണ് എന്ന ഒരു ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ജോൺ വളരെ സന്തോഷപൂർവ്വം തനിക്കുണ്ടായ ആ ഒരു കാര്യം അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗ ചാതുര്യം കൊണ്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സുവിശേഷ പ്രഘോഷണത്തിലൂടെ തന്നെ അനേകർ നല്ലൊരു ജനസമ്മതി നേടിയ ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് യാത്രയാകുന്ന കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ അത് വളരെയേറെ അസ്വസ്ഥതകൾ ഉളവാക്കി.
അവർ അദ്ദേഹത്തെ അവർക്കൊക്കെ ഒത്തിരി വിഷമമാണ് ഉണ്ടായി ജോൺ അവിടെ നിന്ന് വിട്ടുപോകുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ ഇനിയുള്ള ജീവിതം മറ്റൊരിടത്തേക്കാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നുള്ള ഒരു തീരുമാനത്തിൽ അവിടെ നിന്ന് യാത്രയാവുകയാണ്. അങ്ങനെ ജോൺ യാത്രയാകുന്ന ആ ഒരു സമയത്ത് അവിടെ മറ്റ് ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ജോൺ അവിടെ നിന്ന് കുറച്ച് ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രകൃതിയിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ, വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ, ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ജനങ്ങൾ സ്വാഭാവികമായും ചക്രവർത്തിനിക്കെതിരെ തിരിയുകയും അവർ പറഞ്ഞു, ഇത് ജോണിനെ ഇങ്ങനെ അതായത് തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയെ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തെ ഇറക്കി വിട്ടത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം തിരിച്ചു വിളിക്കണമെന്ന് ചക്രവർത്തിനിയോട് ജനങ്ങളെല്ലാം ആവശ്യപ്പെടുന്നു. അങ്ങനെ ചക്രവർത്തിനി പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മെസ്സഞ്ചേഴ്സിനെ അയക്കുകയാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ അദ്ദേഹം വീണ്ടും അവരാവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പകുതി ദൂരം ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വീണ്ടും ജോണിനെ തിരിച്ച് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും ഈ ഒരു ബന്ധം ദൈവം ഈ ഒരു സംഭവത്തിലൂടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം തൻ്റെ ആ ഒരു ശുശ്രൂഷ കുറച്ച് നാൾ അവിടെ തുടരുകയാണ്. പക്ഷേ ഈ അധികം നാൾ ഇത് നീണ്ടുപോയില്ല. കാര്യം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ചക്രവർത്തിനിയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ചില കാരണങ്ങളാൽ വീണ്ടും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വീണ്ടും ജോണിനെ അവിടെ നിന്ന് ചക്രവർത്തിനി നാട് കടത്തുകയാണ്. AD 404 ഇത് സംഭവിക്കുക. അങ്ങനെ ജോൺ വീണ്ടും ഇതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഇത് രണ്ടാമത്തെ യാത്രയാണ് തന്നെ. അവിടെ നിന്ന് ദൈവം മറ്റൊരു ആവശ്യത്തിനായിട്ടായിരിക്കും നിയോഗിച്ചിട്ടുള്ള എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും യാത്രയാവാൻ തുടരുകയാണ്. അപ്പോൾ ഈ യാത്രയ്ക്ക് അദ്ദേഹം ആ യാത്രയാകുന്ന ആ ഒരു സമയം പള്ളിയുടെ അകത്ത് കയറി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെല്ലാവരും കിഴക്കേ വാതിലിൽ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിനോട് യാത്ര പറയുവാനായിട്ട്. കാര്യം അത്രയേറെ അവർ ജോണിനെ സ്വീകരിച്ചിരുന്നു. അദ്ദേഹം പലതിനെതിരെ ശക്തമായ നിലപാടുകളൊക്കെ എടുത്തിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. ആ ഒരു സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹത്തിലൂടെ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തെ യാത്രയാക്കുവാനായിട്ട് ആ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ പള്ളിയുടെ ഒരു കിഴക്കേ വാതിലിൽ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി അവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം അതിനൊന്നും ഒരു അംഗീകാരത്തിനും അദ്ദേഹം ശ്രമിച്ചില്ല. നമുക്ക് നേരത്തെയും നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ ആ ഒരു മെത്രാൻ സ്ഥാനം പോകുമ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും നിരാശപ്പെടുന്നില്ല. കാര്യം തന്നെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം അത് വിശ്വസ്തയോടുകൂടി ചെയ്യുക, ഇവിടെ നിന്ന് പോവുക, അങ്ങനത്തെ ഒരു മനോഭാവമായിരുന്നു അദ്ദേഹം വച്ചു പുലർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരുടെ ഒരു യാത്ര വാങ്ങുവാനായിട്ട് പിന്നീട് അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല. ഇവരിവിടെ കിഴക്കേ വാതിലിൽ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും ജോൺ പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിച്ച ശേഷം ആരും കാണാതെ അതിൻ്റെ പടിഞ്ഞാറേ വാതിലിൽ കൂടെ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. ഏകദേശം 70 മൈലോളം അദ്ദേഹം യാത്ര ചെയ്തു എന്നാണ് പറയുക. ഏകദേശം 70 മൈലോളം ട്രാവൽ ചെയ്ത് അദ്ദേഹം അവിടെ ഒരു കെട്ടിടത്തിൽ അദ്ദേഹം താമസമാക്കുകയാണ്. ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം ആ ഒരു കെട്ടിടത്തിൽ താമസിക്കുകയും അതിനുശേഷം അദ്ദേഹം മറ്റ് ഭടന്മാരോട് കൂടി അദ്ദേഹം കോംന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകുകയും ചെയ്യുന്നു. നല്ലൊരു മണലാരണ്യത്തിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് വലിയ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിനൊരു വെളിപാട്, കോംന എന്ന് പറയുന്ന സ്ഥലം മറ്റൊരു വിശുദ്ധൻ്റെ സ്ഥലം കൂടെയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദർശനം ഇദ്ദേഹത്തിന് ലഭിക്കുകയും ജോണിന് ലഭിക്കുകയും അദ്ദേഹം പറയുന്നുണ്ട്, നീ നാളെ എന്നോടൊപ്പമായിരിക്കുമെന്ന്. അങ്ങനെ തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഉറപ്പ് ജോണിന് അവിടെ വെച്ച് ലഭിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം തൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് വളരെ ഒരുക്കത്തോടു കൂടി ആയിരിക്കുകയും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പിറ്റേ ദിവസം ആയപ്പോൾ ജോണിൻ്റെ ആ ഒരു ക്ഷീണിതാവസ്ഥ വളരെയധികം കൂടുകയും പിന്നീട് അദ്ദേഹത്തിന് താൻ മരണത്തോട് അടുക്കുകയാണെന്നൊക്കെ വളരെ നല്ലൊരു ബോധ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഏറ്റവും ഒരുക്കത്തോടു കൂടി തന്നെയാണ് ജോൺ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്.
വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ ജീവിതം നമ്മളെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും വളരെ നല്ല രീതിയിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയായിരുന്നു. എങ്കിൽ കൂടിയും തൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഏറ്റവും എളിമയോടു കൂടിയും വിധേയത്വത്തോടു കൂടിയും തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്ത് പിന്മാറുവാനായിട്ടാണ് അദ്ദേഹം പരിശ്രമിച്ചത്. അതുകൂടാതെ തന്നെ സമൂഹത്തിൽ കാണുന്ന തെറ്റുകൾക്കെതിരെ യാതൊരു ഭയവും കൂടാതെ അതിനെതിരെ ശക്തമായ നിലപാടുകളൊക്കെ എടുക്കുവാനായിട്ട് ജോൺ പരിശ്രമിച്ചിരുന്നു. ഇന്നും നമ്മളുടെ ഒരു സാമൂഹിക ജീവിത ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്കും അദ്ദേഹത്തിൽ നിന്ന് സ്വായത്തമാക്കി നമുക്കും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കാം.